താരപ്പകിട്ടിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഫേവറേറ്റ് സിംഗർ മൃദുല വാര്യരാണ് ഇന്ന് നമ്മളോടൊപ്പം. ഹായ് മൃദുല, വെൽക്കം ടു ദ ഷോ. Thank you so much. ലാലി ലാലി ലേ ലാലി ലാലി ലേ ലോ. ലാലി ലാലി ലേ ലാലി ലാലി ലേ ലോ. മൃദുലയെ കാണുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കും, കണ്ട ഉടനെ തന്നെ ആദ്യം രണ്ടുപേരി പാട്ട് പാടിത്തരുമെന്ന് വിചാരിക്കും, ഒരു സാധാരണ പ്രേക്ഷകയായിട്ട്. ഓ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഷോയിൽ വന്ന് ചേരാൻ സാധിച്ചതിൽ. താങ്ക് യു സോ മച്ച്. വെൽക്കം വെൽക്കം. പാടാൻ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ജയചന്ദ്രൻ സാറിൻ്റെ തന്നെ മ്യൂസിക്കിൽ ഞാൻ പാടിയിട്ടുള്ള, ഞാനും മധുചേട്ടനും ചേർന്ന് പാടിയിട്ടുള്ളൊരു പാട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് ഫേവറേറ്റ് സോങ് ആണ്, ആളുടെ റിംഗ് ടോൺ ഒക്കെയാണ്. അത് തന്നെ പാടാം. ശ്രീമാതിൻ വേളിക്കോ ഭൂമാതിൻ വേളിക്കോ പൂവായ പൂവെള്ള തിരുമണി താലിയായി കുറുമണി താലിയായി അളിവേണി ചുരുൾവേണിയാകെ മണമോലും മലർമാല ചൂടി കസവാട കതിരാട മീതേ കളകാഞ്ചി മണികാഞ്ചി ചാർത്തി കതിർമണ്ഡപത്തിനു മേലെ കനകത്തിടമ്പെന്ന പോലെ വരു നീ കമനീ ശുഭമീ വലതു പദമളിവേണി. ഇപ്പം പ്രൊഫഷണൽ ആയി കുറെ കൂടെ മൃദുല ട്രാവൽ ചെയ്യാറുണ്ട്. ഇപ്പം ചോദിച്ചാലും ട്രിവാൻഡ്രം, കൊച്ചിൻ, കാലിക്കറ്റ് ഇങ്ങനെയാണ്. അപ്പം എത്രത്തോളം ഇപ്പം ഫാമിലി മിസ് ചെയ്യുന്നുണ്ട്? ഫാമിലി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഹസ്ബൻഡിന്. കാരണം ആള് കണ്ണൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എക്സ്ട്രീം ആ ഒരു അറ്റത്താണ് ഈ നമ്മുടെ ഷോസും എല്ലാം ഈ അറ്റത്താണ്. അതെ. അപ്പോൾ എനിക്ക് അവിടെ പോയി നിൽക്കാൻ ഒരിക്കലും സാധിക്കാറില്ല. ഞാൻ എൻ്റെ പേരൻസിന്റെ കൂടെയാണ് അധികം ട്രാവൽ ചെയ്യാറുള്ളത്. അപ്പൊ അവരധികം മിസ് ചെയ്യുന്നില്ല. അപ്പൊ ഹസ്ബൻഡിന്റെ കൂടെ എനിക്ക് പോവാൻ അധികം പറ്റാറില്ല. വല്ലപ്പോഴും ഹസ്ബൻഡ് വരാറുണ്ട്. എന്തായാലും മിസ് ചെയ്യുന്നുണ്ട്. ലവ് മാരേജ് ആയിരുന്നോ? അല്ല അറേഞ്ച് തന്നെയായിരുന്നു. ഇത്ര അടുത്തായിരുന്നപ്പം കൊയിലാണ്ടി കാരപ്പറമ്പ് അല്ലേ? അല്ല, അപ്പൊ കണ്ടിട്ടുണ്ടോ അതിന് മുമ്പേ? കണ്ടിട്ടേ ഇല്ല. ശുര, ഇങ്ങനെ കള്ള പറയരുത് കേട്ടോ, പ്രത്യേകിച്ച് ഓണക്കാലത്ത്. സത്യമാണ്, സത്യം, കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ വരുമ്പം കുട്ടിക്കാലത്ത് ഒരു ഫംഗ്ഷന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ ഫംഗ്ഷന് ആളും പോയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ചിലപ്പോ കൂടെ കളിച്ചിട്ടുണ്ടാവും, പക്ഷെ ഓർമ്മയില്ല ഒട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യം മൃദുല എന്ന് പറയുന്ന സിംഗർ നമ്മുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് വരുന്നതെന്ന് വെച്ചാൽ ശരിക്കും ഒരു യങ്സ്റ്റർ ആയിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുക, അമൃത ടിവിയുടെ റിയാലിറ്റി ഷോയിലാണ്. അപ്പം ഈ നാട്ടിൽ നിന്നൊരു കുട്ടി ഇത്രയും ഫേമസ് ആയിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ആരും വിശ്വസിക്കും എന്നുള്ളതാണ്. അല്ല, ഹസ്ബൻഡ് അപ്പൊ കണ്ടിട്ട് പോലുമില്ല. ഞാൻ ഇനി അരുണിനെ കാണുമ്പോ ചോദിച്ചു നോക്കും, എന്തായിരുന്നു ഇത്ര മാത്രം ടി വി ഇല്ലാത്ത നാട്ടിലാണ്, കാരപ്പറമ്പിലൊന്നും ടി വി ഇല്ലേ? ടി വി ഉണ്ട്, പക്ഷെ ആള് ഭയങ്കര എന്താ പറയാ, കുറച്ച് സൈലന്റ് ആണ്, ഭയങ്കര പഠിപ്പിസ്റ്റ് ആണ്. അപ്പം പിന്നെ കോഴിക്കോട് ആണ് വീടെങ്കിലും ആള് 10th വരെ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ +1 +2 ഒക്കെ പുറത്തായിരുന്നു, തൃശ്ശൂരൊക്കെ ആയിരുന്നു പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് എൻട്രൻസിന്റെ പ്രിപ്പറേഷൻ ഭയങ്കര ബിസി ആയിരുന്നു. ശരിക്കും ഭയങ്കര ബിസിയായിരുന്നു. അപ്പോൾ പൂജ തന്നെയാണ്. എന്താ പറയാ, മൃദുലയുടെ ഈ ഒരു ഫീൽഡും ആ ഒരു ബുജി എങ്ങനെ പോകണു? അത് മൃദുല എഞ്ചിനീയർ, മൃദുലയും ആ ഒരു സൈഡാണ്, ഭയങ്കര ജീനിയസ് ആണ്. ഭയങ്കര ജീനിയസ് ആണെന്ന് പറയില്ല ഞാൻ, പക്ഷെ ആവറേജ് സ്റ്റുഡൻ്റ് ആണ് ഞാൻ. എനിക്ക് പഠിക്കാനും ഇഷ്ടമാണ്, അതേപോലെ തന്നെ പാട്ടും ഒപ്പം കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്തത്? ബിക്കോസ് ഒരു റിയാലിറ്റി ഷോക്കൊക്കെ നമ്മൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വർഷം കംപ്ലീറ്റ് ആവുന്നതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ, ഹൗ ഡിഡ് യു മാനേജ് ദാറ്റ്?
പലപ്പോഴും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. കാരണം പ്രൊഫഷണൽ കോളേജാണ്. അപ്പം അവിടെ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് എത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നത് നമുക്ക് അറിയാലോ. അറ്റൻഡൻസ് അതൊരു പ്രോബ്ലം ആണോ? സിലബസ് തന്നെ വലിയ സിലബസ് ആണ്. ബാക്ക് പേപ്പർ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് പിന്നെയാണ് ഭുജിയല്ല എന്ന് പറയുന്നത്. ദൈവമേ, അങ്ങനെ കഴിയുന്നതും വന്നിട്ടില്ല അങ്ങനെ. അതുകൊണ്ട് അങ്ങനെ എല്ലാ എന്താ പറയാ, ഇതിൽ കൂടെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു ദൈവാനുഗ്രഹം ആയിട്ട് കരുതുന്നു. ഈ ഗ്രൂമിങ് സെഷനൊക്കെ എങ്ങനെയുണ്ട്? നമ്മളൊക്കെ റിയാലിറ്റി ഷോയിൽ കാണുമ്പോൾ യെസ്, ജാനകിയമ്മയുടെ പാട്ട് പാടുന്നു, മാധുര്യമ്മയുടെ പാട്ട് പാടുന്നു, ചിത്ര ചേച്ചി, സുജാ ചേച്ചിയുടെ ഒക്കെ പാട്ടുകൾ സിംഗേഴ്സ് പാടുന്നു. പക്ഷെ ആ പെർഫെക്ഷനിലോട്ട് എത്തുന്ന ഒരു ട്രാവൽ ഇൻ ബിറ്റ്വീൻ ഇപ്പോൾ ഒരു ഫസ്റ്റ് വീക്കിൽ കാണുന്ന ഒരാളല്ല, ഒരു അടുത്ത 2 മാസം കഴിയുമ്പോൾ ആ സിംഗർ എന്ന് പറയുന്നത് റെൻഡറിങ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഗ്രൂമിങ് സെഷൻ എങ്ങനെയാണ് റിയാലിറ്റി ഷോയുടെയൊക്കെ? ബിക്കോസ് ആ ഒരു ലെവലിൽ നമുക്കൊരു പരിചയമില്ല. ഒരുപാട് എഫക്റ്റീവാണ് ഗ്രൂമിങ് സെഷൻസ് ഒക്കെ. നമ്മുടെ ടോട്ടലി നമുക്കൊരു നമ്മളിപ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടുന്ന പോലെയല്ല നമ്മൾ ലൈവായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ സ്റ്റേജ് പ്രസൻസ്, ഓഡിയൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ജസ്റ്റ് കണ്ണുടച്ച് പാടാൻ പാടില്ല എന്നാണ്. അപ്പം ഓഡിയൻസുമായിട്ടുള്ളൊരു ഐ കോണ്ടാക്ട്, അതൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ട് എന്ന് അറിയുന്നത് ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിന് ശേഷമാണ്. ഗ്രൂമിങ് സെഷനിലൂടെയാണ് നമ്മൾ അതെല്ലാം മനസ്സിലാക്കി എടുക്കുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് നല്ലൊരു ജഡ്ജിങ് പാനൽ ഉണ്ടായിരുന്നു എല്ലാ റിയാലിറ്റി ഷോയിൽ പോയാലും. അവരുടെ കമൻറ്റ്സ് ഭയങ്കര വാല്യുബിൾ ആയിരുന്നു. ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് അതിലൂടെ വന്നിട്ടുണ്ട്. ഒരു റിയാലിറ്റി ഷോയിൽ പോയപ്പം അൽഫോൺസ് സാറായിരുന്നു ഞങ്ങളുടെ ഗ്രൂമർ, വോക്കൽ. അപ്പോൾ സാറിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് വോക്കൽ എക്സസൈസസ് കിട്ടിയല്ലേ? പിന്നെ എങ്ങനെ വോയിസിനെ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ള കുറേ ടിപ്സും ഒക്കെ സാറ് എല്ലാ വീക്കും സാറ് പറഞ്ഞു തരാറുണ്ടായിരുന്നു. മൃദുലയുടെ പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് ശ്രേയ ഘോഷാലിന്റെ ഒരു വോയിസുമായിട്ടൊരു സിമിലാരിറ്റി തോന്നും. പറയാറുണ്ടോ? അങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാനത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കണത്. ശ്രേയാജിയുടെ ഒരു ബിഗ് ഫാൻ തന്നെയാണ് ഞാനും. അപ്പോൾ അവരുടെ ഒരു ഡെഡിക്കേഷനും വോയിസ് ക്വാളിറ്റി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലുള്ളതാണ്. അപ്പം നമുക്കറിയാം മലയാളം പാട്ടുകളാണെങ്കിലും അവർ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഒരു മലയാളി ആർക്ക് തോന്നാറില്ല. അപ്പം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുമായിട്ട് കമ്പാരിസൺ വരുന്നത് തന്നെ എനിക്കൊരു നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. നേരത്തെ ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് വരുന്നുണ്ട്. നേരത്തെ ഹസ്ബൻഡിന്റെ റിംഗ് ടോൺ പാടി, ഇനി മൃദുലയുടെ റിംഗ് ടോൺ നമുക്ക് കേൾക്കാം. എനിക്കൊരു റിംഗ് ടോണും ഇല്ല. മൃദുലയുടെ ഫോണിൽ വിളിക്കുമ്പോ ഏത് പാട്ടാ കേൾക്കുന്നത്? എന്റെ ഫോണിൽ വിളിക്കുമ്പോൾ ഡയലർ ടോൺ ആയിട്ട് വരുന്നത് ഔസേപ്പച്ചൻ സാറിന്റെ പാട്ടാണ്. അത് ഞാൻ പാടാം. അതൊരു താരാട്ട് പാട്ടാണ്, എന്റെ ഒരു ഫേവറേറ്റ്. കുഞ്ഞു വാവ കരയുന്ന ആദ്യൊരു ശബ്ദം. അതെ. കൺമണിയേ നീ ചിരിച്ചാൽ നെഞ്ചിലൊതിക്കണ വെണ്ണിലവ്, കണിമലരേ നീ കരഞ്ഞാൽ മാറക്കിനിയണ തേന്നനവ്, പിഞ്ചുപാദം തൊട്ടുവെന്നാൽ തളിരണിയും ഭൂമി, മേലെ മിന്നിത്തിളങ്ങുന്നു നക്ഷത്രക്കൂടാരം നിനക്കായി വാവേ, കൺമണിയേ നീ ചിരിച്ചാൽ നെഞ്ചിലൊതിക്കണ വെണ്ണിലവ്, കണിമലരേ നീ കരഞ്ഞാൽ മാറ് കിനിയണ തേന്നനവ്. ഗർഭശ്രീമാൻ എന്നുള്ള സിനിമയിലെ പാട്ട് അല്ലേ? സിനിമയൊക്കെ ഇപ്പം മൃദുല പാടിയ സിനിമകൾ കാണാൻ ഫസ്റ്റ് ഡേ തന്നെ പോവോ അതോ എങ്ങനെയാണ്? ഫസ്റ്റ് ഡേ തന്നെ പോവാറില്ല. റെസ്പോൺസ് ഒക്കെ അറിഞ്ഞ് അങ്ങനെ പതുക്കെ എങ്ങനെയുണ്ട് എൻ്റെ പാട്ട് അതിൽ കേൾക്കുമ്പോൾ, തിയേറ്ററിൽ കേൾക്കുമ്പോൾ എങ്ങനെയുണ്ട് അതെങ്ങനെ അറിയും? ആ റെസ്പോൺസിന് ആദ്യം ഏത് സ്പൈയെ വിടും? സ്പൈ ആരെങ്കിലും ഒക്കെ കണ്ടു കാണുമല്ലോ, അങ്ങനെ അവര് വിളിച്ചു പറയും. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ അവർ എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും അവർ വിളിച്ച പറയും. അപ്പൊ അങ്ങനെ ഒരു റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് പോവാന്നുള്ളൊരു ഇതാണ്. മൃദുല ഒരു റിയാലിറ്റി ഷോ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഒരു 2 to 3 years കഴിഞ്ഞപ്പോഴും വേറൊരു ചാനലിൽ വന്നു. ആക്ച്വലി എന്തായിരുന്നു ഇത് കഴിഞ്ഞ് ഇനിയും വരണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ മനസ്സിൽ തോന്നാൻ കാര്യം? എന്നെക്കാട്ടും എൻ്റെ പേരൻസ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നല്ലൊരു
ഒരു പ്ലേ ബാക്ക് സിംഗർ ആവുക എന്നുള്ളൊരു ആഗ്രഹം അവരുടെ ഉള്ളിൽ ഒരുപാട് കാലങ്ങളായിട്ടുണ്ടായിരുന്നു. പ്ലേ ബാക്ക് സിംഗർ അല്ല, ഒരു നല്ലൊരു സിംഗറായിട്ട്, ഒരു അറിയപ്പെടുന്ന ഒരു സിംഗറായിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ മോള് ആവണം എന്നുള്ളൊരു ആഗ്രഹം വളരെ വലുതായിട്ട് അവർക്കുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അറിയപ്പെടണം എന്നുള്ളൊരു. അപ്പോൾ അത് കാരണമായിരിക്കണം അവർ കണ്ടിന്യൂസ് ആയിട്ട് റിയാലിറ്റി ഷോസിൽ എനിക്ക് എന്നെക്കാട്ടും അവർക്കായിരുന്നു താല്പര്യം. എനിക്കിപ്പോഴും ഏത് ആദ്യത്തെ റിയാലിറ്റി ഷോയിലാണോ എന്നറിയില്ല, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മൃദുലയുടെ ഒരു പെർഫോമൻസ്. അപ്പം നമ്മൾ ഈ പാട്ടിനിടയ്ക്ക് എങ്ങനെയാണ്, അതിനൊക്കെ എത്രത്തോളം ടൈം കിട്ടും? ഞാൻ ശരിക്കും എന്താ പറയുക, അനങ്ങാതെ നിന്ന് പാടുന്ന ഒരു കുട്ടിയായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രൂമിങ് സെഷൻസ് ഒരുപാട് നമ്മുടെ സിംഗിങ് സ്റ്റൈലും എന്താ പറയുക ഇൻട്രാക്ഷനും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ഗ്രൂമിങ് സെഷൻസ് ഒരുപാട് കഴിഞ്ഞതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ചേഞ്ച്. നാച്ചുറൽ ആയിട്ട് തന്നെ ഓരോ സോങ്ങിനനുസരിച്ച് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യണം നമുക്ക് അറിയാതെ നമ്മുടെ മൈൻഡിൽ അത് സെറ്റ് ആവും. അങ്ങനെ വരുന്നതാണ്. ഇന്ന് മൃദുല ശരിക്കും പറഞ്ഞാൽ സ്റ്റേജ് ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് പാടുമോ, അതോ കുറച്ചുകൂടെ ഒന്ന് അനങ്ങുന്നേ ഉള്ളൂ? സ്റ്റേജ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. പിന്നെ ഓഡിയൻസിനനുസരിച്ചാണ്. ഞാനിപ്പം ഇപ്പോൾ ഒരു 50+ ആയിട്ടുള്ള ഓഡിയൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം ഒരുപാട് അനങ്ങി പെർഫോം ചെയ്യുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഒരു 20+ ആണെങ്കിൽ കുറച്ചുകൂടെ ഇന്ററാക്ട് ചെയ്ത് എനർജറ്റിക് ആയിട്ട് അവർക്ക് ഇഷ്ടം. ഒരു 20+ ആണ് ഇപ്പം നമ്മുടെ ഷോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ അവർക്ക് വേണ്ടി പാടുന്ന ഒരു പാട്ട് ഏതായിരിക്കും? ഓക്കെ, എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ഈ ഒരു റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സുനീതി ചൗഹാൻജിയുടെ നല്ലൊരു ഫാസ്റ്റ് പെപ്പി നമ്പർ പടം. I know you want it but you're never gonna get it, तेरे हाथ कभी ना आनी, माने ना माने कोई दुनिया है सारी मेरे इश्क की है दीवानी, अब दिल करता है होले होले से मैं तो खुद को गले लगाऊं, किसी और की मुझको जरूरत क्या, मैं तो खुद से प्यार जताऊं. What's my name, what's my name, what's my name, my name is Sheila, Sheila की जवानी, I'm too sexy for you, मैं तेरे हाथ ना आनी. Oh no no Sheila, Sheila की जवानी, I'm too sexy for you, मैं तेरे हाथ ना आनी. ഇത് കാണുമ്പോൾ ആൻറ്റിമാർക്ക് തോന്നും, പക്ഷേ ഞങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാതെ പോയോ. അല്ല, അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ ഞാൻ ആദ്യം 2 മെലഡി പാടിയല്ലോ. ഒരു എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതിയിട്ടല്ലേ അങ്ങനെ പോയത്? അപ്പൊ എത്രത്തോളം അങ്ങനത്തേക്ക് ഒരു വർക്ക് എന്ന് പറഞ്ഞത്? ബിക്കോസ് എൻട്രൻസ് എന്ന് പറയുമ്പോൾ അതൊരു ബിഗ് ബാരിയർ ആണ്. ശരിക്കും ഞാൻ ഒരു